പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്വല സ്വീകരണം നൽകി തൃശൂരിലെ പൗരാവലിയും ബി.ജെ.പി. പ്രവർത്തകരും. തൃശൂരിനെ ഇളക്കി മറിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രസംഗം ആരംഭിച്ചത്. മുക്കാമണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗത്തിൽ മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞു. അതിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയും സ്ത്രീകളുടെ ഉന്നതിക്കും വേണ്ടി സാമൂഹികമായിട്ടൊക്കെ നടത്തിയ ഇടപെടലുകൾ അടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഓരോ വാചകങ്ങളും പൂർത്തിയായത്. മോദിയുടെ ഗ്യാരണ്ടി അതാണ് എടുത്ത് പറഞ്ഞുകൊണ്ട് ഓരോ ഘട്ടത്തിലും അഭിമാനം കൊണ്ടത്. പിന്നീട് സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. തീർച്ചയായും മോദി കാ ഗ്യാരണ്ടി, അതായത് മോദിയുടെ ഉറപ്പ് എന്നുള്ള ഒരു കൃത്യമായ ഒരു നിലപാടിൽ ഊന്നിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ഭൂരിഭാഗം സമയവും. അതായത് കേന്ദ്ര സർക്കാരിന്റെ ഓരോ പദ്ധതികളും ഊന്നി പറഞ്ഞുകൊണ്ട് അത് ഏതെല്ലാം മേഖലകൾക്ക് ഗുണകരമായി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അതെല്ലാം മോദിയുടെ ഉറപ്പാണെന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. അത് ആവേശത്തിൽ ആളുകളെ എല്ലാം തന്നെ ആവേശത്തിലാക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ ഈ വികസനത്തിൻ്റെ നേട്ടങ്ങൾ, ഭരണ നേട്ടങ്ങളെല്ലാം തന്നെ എടുത്തു പറയുന്ന ഒരു സമയത്ത് തന്നെ കൃത്യമായി കേരളത്തിലെ സാഹചര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് കേരള സർക്കാരിനെയും അതിനോടൊപ്പം തന്നെ കോൺഗ്രസിനെയും ഒരേപോലെ വിമർശിക്കാനായും പ്രധാനമന്ത്രി മറന്നില്ല. കൃത്യമായി ആചാര ലംഘനങ്ങൾ ഉണ്ടാകുന്നു കേരളത്തിൽ. അതായത് ഈ വിശ്വാസത്തെ എങ്ങനെയെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവോ അതെല്ലാം തന്നെ ഇവിടെ നടക്കുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശബരിമല വിഷയത്തിൻ്റെയും അതിനോടൊപ്പം തന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെയും വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ കോൺഗ്രസിനെ വലിയ തോതിൽ കടന്നാക്രമിക്കുകയും ചെയ്തു. കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം മോദി വിരുദ്ധ സഖ്യം മാത്രമാണ്. അത് വിശ്വാസികളുടെ വിശ്വാസങ്ങൾ വ്രണപ്പെടുത്തുന്നു. എല്ലായിടത്തും മോദിക്കെതിരെ ഇന്ത്യ സഖ്യം എന്നുള്ള രീതിക്ക് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിലും അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല എന്ന് കൃത്യമായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതായത് കോൺഗ്രസും CPM-ഉം ഇവിടെ വെവ്വേറെയാണ് മത്സരിക്കുന്നത്, ഒറ്റ സഖ്യമല്ല എന്ന് പറയുമ്പോൾ പോലും കേരളത്തിൽ പക്ഷേ പ്രത്യക്ഷത്തിൽ അങ്ങനെയാണെങ്കിൽ പോലും കോൺഗ്രസും CPM-ഉം ഇവിടെ ഒന്ന് തന്നെയാണ്, ഇടതുപക്ഷവും കോൺഗ്രസും ഒന്ന് തന്നെയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് മോദി പ്രസംഗം നടത്തിയത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശബരിമല വിഷയത്തിൽ അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം ഇല്ലാതാക്കുന്നതിന് വേണ്ടി പല ശ്രമങ്ങളും ഇവിടെ നടക്കുന്നു. അതെല്ലാം തന്നെ പ്രധാനമന്ത്രി എടുത്തു പറയുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് നാളുകളായി തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചർച്ചയായ ഒരു വിഷയമാണ് പൂരത്തിൻ്റെ പ്രതിസന്ധികൾ സംബന്ധിച്ചും. പൂരം വലിയ തോതിൽ നടത്താൻ സാധിക്കില്ല, പൂരത്തിൻ്റെ ചടങ്ങുകൾ മാത്രമായി നടത്തേണ്ടി വരുമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പങ്കുവച്ചത്. അങ്ങനെ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന ബി.ജെ.പിക്ക് രാഷ്ട്രീയ ഊർജം പകർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം പൂർത്തിയായത്.